അച്ചായൻ രാവിലെ മുണ്ടൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. വർക്കുണ്ടെന്ന് കേട്ടാ. അപ്പൊ സുന്ദരനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. കാണിച്ചു തരാം. നോക്കട്ടെ ചാ. അതെന്ത് പറ്റി? വെള്ളമുണ്ടാണ്, അഴുക്കാക്കാതെ വരണം കേട്ടാ. എനിക്ക് വയ്യ തേച്ച് എഴുതാനൊന്നും. പറഞ്ഞേട്ടാ. ഒന്നാകെ ഞാൻ കൈ കൊണ്ട് ഞെവിടി പിഴിഞ്ഞാണ് തുണികളൊക്കെ ഇടുന്നത്. ഇനി എനിക്ക് തേച്ചരയ്ക്കാനൊന്നും വയ്യ. പറഞ്ഞേട്ടാ. നോക്കട്ടെ, പറ്റുമെങ്കിൽ മാക്സിമം അഴുക്കൊഴിക്കാതിരിക്കാൻ നോക്കും. അല്ല, വേറെ പാന്റ് ഷർട്ടും ഉണ്ട്. വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ഉണ്ട്. അപ്പൊ അതിട്ടിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. ഇത് ഊരി വയ്ക്കും. അല്ല, ഒരു കുഴപ്പമില്ല അച്ഛാ. അഴുക്കായാലും കുഴപ്പമില്ല. അച്ഛനും കഴിയിട്ടാ മതി കേട്ടാ. കേട്ടാ. അമ്മച്ചി ഉണ്ട്, അമ്മച്ചിയുടെ കൊടുക്കാം. എന്റെ അമ്മച്ചി എന്താ ചെയ്യാം? നീ ഇല്ലെങ്കിൽ എന്റെ അമ്മച്ചി. നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ട് വന്നു പിന്നെ ഞങ്ങൾ അമ്മച്ചി എല്ലാ കാര്യങ്ങളും നോക്കത്തില്ലായിരുന്നു. ഇവർക്കൊക്കെ മുണ്ടും ഷർട്ടുകളൊക്കെ ഉടുത്തോണ്ട് പോവാ. ഓണായാലും നമുക്കൊരു സാരി പോലും ഉടുത്തോണ്ട് എവിടെയും പോകാൻ പറ്റത്തില്ല കേട്ടാ. പോവാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പിള്ളേർ നമ്മളോട് ഇറങ്ങിക്കളഞ്ഞാളെ നമുക്ക് എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓരോരുത്തർ സാരിയൊക്കെ ഉടുത്തോണ്ട് പോകുന്ന കാണുമ്പോൾ കൊതി വരികയാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് വെച്ചാൽ. ഇങ്ങേർക്ക് സമയമില്ല എങ്ങും കൊണ്ടുപോകാനായിട്ട്. വർക്കുള്ളതുകൊണ്ട് ഇങ്ങേർക്ക് നമ്മൾ എവിടെയും കൊണ്ടുപോകാനൊന്നും പറ്റൂല കേട്ടോ. എന്നാൽ കൊണ്ടുപോകുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഒക്കെ ഒന്ന് പോയിട്ട് വന്നേനെ. ആരും ഇല്ല കേട്ടാ. ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വന്ന് കൊണ്ടുപോ. എന്നെ ഒന്ന് കറക്കിയിട്ടൊക്കെ ഒന്ന് കൊണ്ടുവന്നാക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഓണായാലും എന്താണ് സന്തോഷമൊന്നും ഇല്ല. ഇങ്ങനെ സാരികളൊന്നും എടുത്തൊന്നും പോകാനൊന്നും പറ്റത്തില്ല. നമ്മൾ വീട്ടിൽ ഇങ്ങനെ പഴയ ഡ്രസ്സ് ഇട്ട് കോലത്തിലൊക്കെ ഇങ്ങനെ നടക്കാനാണ് നമ്മുടെ യോഗങ്ങൾ. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ കേട്ടാ. കാരണം അപ്പോഴത്തേക്ക് ഈ ചിറക്ക എഴുന്നേറ്റ് വന്നു കേട്ടാ. എൻ്റെ ഒരു ട്രൈപോഡ് ചിറക്കെടുത്ത് തല്ലി പൊട്ടിച്ച് കളഞ്ഞ്. അപ്പൊ അതിന് പകരം അങ്ങേര് വേറെ എവിടെ നിന്നുണ്ടാക്കും ഒരു ട്രൈപോഡൊക്കെ ഒപ്പിച്ചോണ്ട് തന്നു കേട്ടോ. അപ്പൊ അതിനകത്ത് നിന്നാണ് ഇപ്പൊ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. ഭയങ്കര ചൂട് കേട്ടോ. അതാ നോക്കി എൻ്റെ മുഖം മൊത്തം എന്താ ഉയർത്തൊഴുകയാണ്. അകത്തൊന്നും നിക്കാൻ വയ്യ. അതേപോലെ ഏസിട്ട് അയ്യോ പുതിയ കണ്ണാട അടിച്ച് പൊട്ടിച്ച് കളഞ്ഞ കേട്ടോ. കായുള്ള എടുത്ത് വാങ്ങിച്ചാണ് കേട്ടാ. ഇതൊക്കെ തോന്നി കണക്കെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാനുള്ളതല്ലേ ഇതൊക്കെ. പൊട്ടിച്ച് പിന്നെ അങ്ങനെ വായിരിക്കുന്നെല്ലാം ഞാൻ കേൾക്കണം. ഞാൻ എടുത്തു കൊടുത്തെന്നാണ് ഇനി പറയുന്നത്. എന്തായാലും വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പൊട്ടിച്ചത് കാര്യം. ഇതെങ്ങനെ ഇതിനകത്തോട്ട് ഇനി വെക്കുന്നത്? അപ്പുറത്തെ സൈഡില നീ ഗ്ലാസ് ഇല്ലാത്ത കണ്ണാടം വെച്ചോണ്ട് അടക്കാട്ടോ. ആ നീക്കി കളയുന്നു. ഇതും കൂടെ നശിപ്പിക്കാനായിട്ടാണ്. ഇങ്ങോട്ട് വന്നേനെ. ലോക്ക് ചെയ്തിട്ട് കളഞ്ഞാട്ടാ. എന്തൊരു ചൂടാണ് കേട്ടോ അവിടെ. കഥവൊക്കെ അടച്ചിട്ടോണ്ടാണ് ഇരുട്ടത്തിക്കുന്നത്. നിനക്ക് എന്നെ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല. ഭയങ്കര ചൂട് കേട്ടാ. അപ്പൊ ഞാൻ പോയി ഇതിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കട്ടെ കേട്ടാ.